ചക്രധർപൂരിന്റെ രാജേന്ദ്ര ബസാർ ഭക്ഷണ സാധനങ്ങൾക്ക് ഒരുപാട് പ്രശസ്തി കിട്ടിയ നാടാണ്. ആ സ്ഥലത്തിൽ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടുമായിരുന്നു. അവിടേക്ക് ദൂരെ നിന്ന് വരെ ജനങ്ങൾ കഴിക്കാൻ വരുമായിരുന്നു. അവിടെ ദീപക് പാനിപ്പൂരി എന്ന് ഒരു സ്റ്റോളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാനിപ്പൂരി സിറ്റി മുഴുവനും ഫേമസ് ആയിരുന്നു. ചേട്ടാ, ഒരു പാനിപ്പൂരി തരൂ. ആ, ഇപ്പോൾ തന്നെ തരാം. ഒരു തവണ ഈ ദീപകിന്റെ കയ്യിൽ നിന്നും പാനിപ്പൂരി കഴിച്ചാൽ നിങ്ങൾ അത് ഒരിക്കലും മറക്കില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ഇവിടെ തന്നെ വരും. ഇത് ദീപകിന്റെ പ്രോമിസാണ്. ദീപകിന്റെ സ്റ്റോളിന്റെ അടുത്ത് തന്നെ സുരേഷിന്റെ പഴങ്ങളുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ദീപക്കും സുരേഷും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കടയുടെ മുൻവശത്തായി വിനോദിന്റെ ഫയർ പാനിന്റെ കട ഉണ്ടായിരുന്നു. ദീപക്കും സുരേഷും പരസ്പരം വിശ്വസ്തരായിരുന്നു. എന്നാൽ അവർ രണ്ടുപേർക്കും വിനോദിനെ ഇഷ്ടമേ അല്ലായിരുന്നു. സുരേഷ് തന്റെ പഴങ്ങളുടെ സ്റ്റോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എടോ ദീപക്, 10 മണിയായി, കടയടയ്ക്കേണ്ട സമയമായി. ഞാൻ കടയടയ്ക്കാൻ പോകുക. നിനക്കറിയാമോ, വിനോദിന്റെ കട 2 ദിവസമായി അടച്ചിട്ടിരിക്കുക. ഓ, അവനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? അവൻ ഷിംലയിൽ കറങ്ങാൻ പോയി കാണും. ഫേസ്ബുക്കിലെ പോസ്റ്റ് നീ കണ്ടില്ലേ? അവന്റെ കടയും അവൻ നന്നായി പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നിന്നും അവന് വരുമാനമുണ്ട്. അവന്റെ ഫയർ പാൻ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതെ, താൻ പറയുന്നതും ശരിയാ. അവനെ പോലെയൊന്നും നമുക്ക് പറ്റില്ല. നമ്മളെ പോലെയുള്ള ജനങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്. അവന്റെ കട തന്നെ വ്യത്യസ്തമാ, അതുകൊണ്ടാ ഫേമസ്. അത് നീ വിട്, നമുക്ക് വീട്ടിൽ പോകാം. സുരേഷും ദീപക്കും ഒരുമിച്ച് തന്നെ അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവുമായി. സുരേഷ് ദീപകിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. ഹലോ ദീപക്, ഞാൻ പറയുന്നത് കേൾക്കാമോ? പറയൂ, കേൾക്കുന്നുണ്ട്. എന്തുപറ്റി? താൻ എന്തിനാ പരിഭ്രമിക്കുന്നത്? ദീപക്, നീ ന്യൂസ് വെച്ച് നോക്ക്. നമ്മുടെ കഥ കഴിഞ്ഞു. എടോ, എന്തുപറ്റി? നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ദീപക് അപ്പോൾ ന്യൂസ് ചാനൽ ഓൺ ചെയ്തു. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചക്രധർപൂരിന്റെ രാജേന്ദ്ര മാർക്കറ്റിൽ ആക്സിഡന്റ് സംഭവിച്ചു. ഭയങ്കര തീ പടർന്നു പിടിച്ചു. 75 കടകൾ കത്തി നശിച്ചു. 12 പേർ മരിച്ചു. 25 പേർക്ക് പരിക്കും. ഫയർപാൻ കടയിൽ ഷോർട്ട് സർക്യൂട്ട് നടന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഫയർപാൻ കടയുടെ ഓണർ വിനോദ് സംഭവ സ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. അതുപോലെ സമീപത്തുള്ള കടകളും കത്തി നശിച്ചു. ഈ വാർത്ത കേട്ടതും ദീപകിന് തന്റെ കാൽപാദം നിൽക്കുന്ന ഭൂമി നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ദീപകിന് ഒന്നും മനസ്സിലായതേയില്ല. ഒരു നിമിഷം വരെ ദീപകിന്റെ തലച്ചോറ് പ്രവർത്തനരഹിതമായി മാറി. അവൻ തലയിൽ കൈവച്ച് തറയിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് അവന്റെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടിയത്. ദീപക് എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീടിന്റെ വെളിയിൽ അവിടെ സുരേഷ് നിൽക്കുന്നു. അവന്റെ കണ്ണുകളും അപ്പോൾ ചുമന്നിരുന്നു. അവനെയും കാണാൻ ദീപകിനെ പോലെ വിഷമമുള്ളതായി തോന്നി. അയ്യോ സുരേഷ്, ഇങ്ങനെ സംഭവിച്ചല്ലോ. അന്യായമായി അവൻ മരിച്ചല്ലോ. വിനോദിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ദീപക്കും സുരേഷും അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേ നിന്നു. കുറച്ചു നേരത്തിന് ശേഷം അവർ രണ്ടുപേരും ശാന്തമായി. ശരി, വാ, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? കട എന്തായെന്ന് പോയി നോക്കിയിട്ട് വരാം. വാ, നടന്നത് നമുക്കിനി മാറ്റാൻ പറ്റില്ലല്ലോ. സുരേഷും ദീപക്കും രണ്ടുപേരും ചേർന്ന് രാജേന്ദ്ര മാർക്കറ്റിലേക്ക് പോയി. ആ സ്ഥലത്തിൽ അവർ രണ്ടുപേരും ആരുടെയൊക്കെ കടയാണോ കത്തി നശിച്ചത് ആ കടയുടെ ഓണേഴ്സിനെ കണ്ടു. നമ്മൾ വീണ്ടും പുതിയതായി തുടങ്ങണം. നമ്മൾ എങ്ങനെയായിരുന്നോ അങ്ങനെ മാറാൻ വേണ്ടി മാസങ്ങളോളമാകും. നമ്മളെ തന്നെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നല്ലോ. വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരാൻ ദൈവം എല്ലാവർക്കും ശക്തി തരട്ടെ. ദൈവം ആത്മവിശ്വാസം കൈവിടാതെ ഇരിക്കാൻ എല്ലാവർക്കും ശക്തി തരട്ടെ. ദീപക്കും സുരേഷും വീണ്ടും അവരുടെ കട തുറക്കാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ മുൻപിലാണ് വിനോദിന്റെ കത്തി നശിച്ച കടയും ഉണ്ടായിരുന്നത്. വിനോദിന്റെ കുടുംബം ആ സ്ഥലത്തിലേക്ക് അവരുടെ കത്തി നശിച്ച കട കാണാൻ വന്നു. മരിച്ചുപോയ വിനോദിന്റെ ഭാര്യ അപ്പോൾ കരയുകയായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ദീപക്കിനും സുരേഷിനും ഒരുപാട് സങ്കടവും തോന്നി. എടോ, എനിക്ക് വിനോദിന്റെ കട കാണുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് വിഷമം വരുന്നു. എന്റെ നെഞ്ചു പൊട്ടുന്നു. അവന്റെ ഫയർ പാൻ കട എന്ത് ഫേമസാ. അവനാണ് ഇതുപോലെ ഫയർ പാൻ തുടങ്ങി വെച്ചത്. അവന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണം. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ദീപകിന്റെയും സുരേഷിന്റെയും കടകൾ പതുക്കെ പഴയ അവസ്ഥയിലേക്ക് മാറി. ദീപക്കും സുരേഷും ദിവസവും വിനോദിന്റെ കട നോക്കുമായിരുന്നു. അത് കണ്ട് അവർ വിഷമിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദീപക്കിന് ഒരു ഐഡിയ തോന്നി.
എടോ സുരേഷ്, നോക്ക്, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. വിനോദിന്റെ ഫയർ പാനിൽ നിന്നും ഇൻസ്പയർ ആയി നമുക്കെന്തുകൊണ്ട് ഫയർ പാനിപ്പൂരി വിറ്റുകൂടാ? ആ ക്രെഡിറ്റ് വിനോദിന് തന്നെ കൊടുക്കാം. ഇതിലൂടെ ജനങ്ങൾ അവനെ എന്നും ഓർക്കുകയും ചെയ്യും. നമുക്കും ഫേമസ് ആകാം. തന്റെ ഐഡിയയൊക്കെ കൊള്ളാം, ഡിഫറൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. അതിനുശേഷം സുരേഷും ദീപക്കും ചേർന്ന് ഫയർ പാനിപ്പൂരിയുടെ ഒരു കട തുറന്നു. ആ കടയ്ക്ക് ഒരു വലിയ പോസ്റ്ററും ഒട്ടിച്ചു. ആ പോസ്റ്ററിൽ വിനോദിനെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. ഇത് വിനോദിന് വേണ്ടിയാണെന്ന് അതിൽ എഴുതിയിരുന്നു. ആ പോസ്റ്ററിൽ എങ്ങനെ ദീപക്കിന് ഫയർ പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള ഐഡിയ വിനോദിന്റെ കയ്യിൽ നിന്നും കിട്ടിയതെന്ന് എഴുതിയിരുന്നു. അതിൽ വിനോദ് എപ്പോഴും പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുമെന്നുള്ള കാര്യവും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവർ മറ്റൊരു ബോർഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉപഭോക്താക്കൾക്ക് റിവ്യൂ എഴുതാമായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ യുവാക്കൾക്കിടയിൽ ഫയർ പാനിപ്പൂരി വളരെയധികം ഫേമസ് ആയി. ഞാൻ പറഞ്ഞതല്ലേ തന്റെ ഐഡിയ ഉറപ്പായും സക്സസ് ആകുമെന്ന്. എനിക്ക് തുടക്കം തന്നെ അറിയാം. വിനോദ് വളരെ നല്ല മനുഷ്യനാ. അവൻ എത്രത്തോളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജനങ്ങൾ അവനെക്കുറിച്ച് എന്ത് സ്നേഹത്തോടെ പറയുമായിരുന്നു. നമ്മുടെ റിവ്യൂ ബോർഡിൽ എല്ലാവരും എഴുതുന്നു. ഇതെല്ലാം വിനോദ് കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം സന്തോഷിക്കും. അതെ അതെ, താൻ പറഞ്ഞത് ശരിയാ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നാണ്. ഇതിലൂടെ നമുക്കും നല്ലതുപോലെ ഫേമസ് ആകാം. അതെ അതെ, അത് നമ്മൾ വേഗം ചെയ്തേ പറ്റൂ. അതിനുശേഷം ദീപക്കും സുരേഷും ചേർന്ന് ഫയർ പാനിപ്പൂരിക്കുള്ള ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. അതിൽ അവർ ഫയർ പാനിപ്പൂരിക്ക് വേണ്ടിയുള്ള റെസിപ്പി, പിന്നെ അത് എങ്ങനെ കഴിക്കണമെന്നുള്ള കാര്യവും ഷെയർ ചെയ്തു. ആ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസും കിട്ടി. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സും കൂടി വന്നു. അങ്ങനെ ഇതിലൂടെ കിട്ടുന്ന വരുമാനം അവർ രണ്ടുപേരും തുല്യമായി പകർന്നെടുത്തു. അങ്ങനെ രണ്ടുപേരും ഒരുപാട് ഫേമസ് ആയി. അതുമാത്രമല്ലാതെ അവരുടെ ഫയർ പാനിപ്പൂരി ആ ദേശം മുഴുവനും ഫേമസ് ആയി. അതോടൊപ്പം തന്നെ വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ അത് വിറ്റുപോയി. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഗോൽഗപ്പയുടെ കച്ചവടം ഇങ്ങനെ നന്നായി പോകുന്ന നിങ്ങൾ കണ്ടോളാൻ. അതെ സുമൻ, നീ കാരണം തന്നെയാ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിയത്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു പോയേനെ. സോനു സുമൻ ദമ്പതികളുടെ കഥയാണിത്. അവർ രാംനഗറിലുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. സോനു ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. സുമൻ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി ലഞ്ച് കൊടുത്തയക്കുമായിരുന്നു. സോനു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നീ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്തിനാടാ? ഇത് കണ്ടാ തോന്നും ഇത് നിന്റെ സ്വന്തം കമ്പനിയാണെന്ന്. ചേട്ടത്തി ഇത്ര നല്ല ഭക്ഷണം കൊടുത്തു വിട്ടിട്ടും നീ അത് കഴിക്കാതെ പണിയെടുത്തോണ്ടിരിക്കുക. വേഗം ലഞ്ച് തുറക്കടാ, എനിക്കും വിശക്കുന്നുണ്ട്. ഇന്നെന്താ ലഞ്ചിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ ലഞ്ച് കഴിക്കാൻ എന്നേക്കാൾ ധൃതി നിനക്കാണല്ലോടാ. ഇപ്പൊ ഉച്ചയായല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കുന്നു. എടാ, നിന്റെ ലഞ്ച് തുറന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. സമയം കളയാതെ വേഗം തുറക്കാൻ നോക്കടാ. എനിക്ക് ചേട്ടത്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വലിയ ഇഷ്ടാ. ധൃതി പിടിക്കണ്ട, ഇപ്പൊ തന്നെ തരാം. കൈയൊന്ന് കഴുകിക്കോട്ടെ. സോനുവും ആകാശും കൈ കഴുകി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാ ദിവസവും അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർ സംസാരിക്കുകയായിരുന്നു. എടാ സോനു, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലല്ലോ, സാധാരണ പോലെ തന്നെയല്ലേ. എടാ, പ്രത്യേകത എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ? നീ എന്താ ആകെ പരിഭ്രമിച്ചിരിക്കുന്നേ? എടാ മോനെ, ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോസിന്റെ ക്യാബിന്റെ അടുത്തേക്ക് പോയതാ. അപ്പോഴാ ഞാൻ കേട്ടത്. അപ്പൊ നീ എന്താ കേട്ടത്? തീർച്ചയായിട്ടും ബോസ് നിന്നെ കുറ്റം പറയുന്നുണ്ടാകും. അതായിരിക്കും നീ ഇത്ര പരിഭ്രമിക്കുന്നേ. അതൊക്കെ സാധാരണമല്ലടാ. പക്ഷെ ഞാൻ ബോസ് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടതാ. ഈ കമ്പനി നഷ്ടത്തിലാണെന്ന്. അതുകൊണ്ട് ഫാക്ടറിയിലുള്ള ജോലിക്കാരെയെല്ലാം പിരിച്ചുവിടാൻ പോവുകയാണെന്ന്. നാളെ മുതൽ പിരിച്ചുവിടൽ തുടങ്ങാൻ പോവാത്രേ. എന്താ നീ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ എന്തു ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. നമ്മുടെ കുടുംബം കഴിയുന്നത് ഈ ഫാക്ടറി കാരണമല്ലേ. ഇതല്ലാതെ വേറൊരു ജോലിയും നമുക്കറിയില്ല. ജോലി പഠിച്ചത് മുതൽ ചെയ്യുന്നത് ഈ ഫാക്ടറിയിലെ ജോലിയാ. അതെ, ഇതാലോചിച്ച് ഞാനും ആകെ വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ആകാശും സോനുവും വല്ലാത്ത വിഷമത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വരികയായിരുന്നു. അവർ ആകാശിന്റെ വീട്ടിലെത്തിയപ്പോ ഒരു നിമിഷം കാത്തിരിക്കാൻ പറഞ്ഞു. അവിടേക്ക് ആകാശിന്റെ ഭാര്യ പൂജയും വന്നു. പൂജ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എവിടെ വരാമെങ്കിൽ എനിക്കും വരാം. സുമ ചേച്ചി വിളിച്ചപ്പോ ഞാനും വന്നു. ഗോൽഗപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചേച്ചി, നമുക്കത് കഴിക്കാം. എന്തായാലും നന്നായി നിങ്ങളും വന്നല്ലോ. രണ്ടാൾക്കും ഞാൻ ഗോൽഗപ്പ എടുത്തിട്ട് വരാം. പൂജയും സുമനും ചേർന്ന് ആകാശിനും സോനുവിനും ഗോൽഗപ്പ കൊണ്ടുവന്നു. സുമൻ വളരെ മനോഹരമായ ഗോൽഗപ്പയാണ് ഉണ്ടാക്കിയിരുന്നത്.
അവൾ ഉണ്ടാക്കിയത് ആകാശിനും സോനുവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. സോനു ആണെങ്കിൽ ഇതുവരെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ ചേട്ടത്തി, ഭക്ഷണം നിങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഗോൾഗപ്പയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. ഈ ഗോൾഗപ്പയിൽ നിങ്ങൾ എന്ത് മാന്ത്രിക പണിയാ ചെയ്യുന്നേ? എത്ര കഴിച്ചാലും മതി വരുന്നേ ഇല്ല. ഇവൻ പറയുന്ന സത്യം തന്നെയാ. ശരിക്കും നിന്റെ കയ്യിലെന്തോ മായാജാലം ഉണ്ട്. അതുമാത്രമല്ല, ഒരു തവണ കഴിച്ചാൽ വയറ് നിറയുന്ന തരത്തിലുള്ള വലിയ ഗോൽഗപ്പയല്ലേ നീ ഉണ്ടാക്കുന്നത്. നിന്റെ ഗോൽഗപ്പ കഴിച്ചാ ഞാൻ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മറന്നുപോകും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? നിങ്ങൾ ഇത് എന്തിനെ പറ്റിയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഓക്കെ അല്ലേ? എന്റെ സോനു, എന്തിനാടാ ചേട്ടത്തിയെ ടെൻഷൻ ആക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കേ. ഇല്ല, എനിക്കും അറിയണം നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ ഇത്ര ടെൻഷൻ. ഇന്ന് നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയേ. ആകാശിനും സോനുവിനും തന്റെ ഭാര്യമാരോട് ഒന്നും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടി ഫാക്ടറിയിലെ അവസ്ഥയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് വിവരിച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ ഭാര്യമാരും ശരിക്കും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം ശരിക്കും ആ ഫാക്ടറി അടച്ചുപൂട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ജോലിയും പോയി, നമ്മുടെ കയ്യിലുള്ള റേഷൻ സാധനങ്ങളും തീരാനായി. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ജോലി എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സുമൻ, നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. കഴിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ 4 ഗോൽഗപ്പ ബാക്കിയുണ്ട്. അതിന്റെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. എന്നാ പിന്നെ അതെടുത്തോ. 2 നിനക്കും കഴിക്കാം, 2 എനിക്കും കഴിക്കാം. നാളത്തെ കാര്യം നാളെ ആലോചിക്കാം. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ ഗോൽഗപ്പ കഴിച്ചു. പിറ്റേന്നത്തേക്ക് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സുമൻ ചാടി എഴുന്നേറ്റു. എന്തുപറ്റി? എന്താ കഴിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ എന്നെ വഴക്ക് പറയോ? എന്ത് കാര്യം? എനിക്കൊരു ഐഡിയ തോന്നുവാണ്. ഞാൻ നന്നായി ഗോൽഗപ്പ ഉണ്ടാക്കുമല്ലോ. എങ്കിൽ പിന്നെ നമുക്കതുണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലെന്താ? നീ പറഞ്ഞ കാര്യമൊക്കെ കൊള്ളാം. ഗോൾഗപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണല്ലോ. പക്ഷെ അതിന് മുതൽ മുടക്കാൻ പൈസ എവിടെയാ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്ക് ഉണ്ടാക്കി തന്ന ആഭരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ഇല്ലില്ല, നിന്റെ ആഭരണങ്ങളൊന്നും വിൽക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടാവുമ്പോ വിൽക്കാനല്ലേ ഇതൊക്കെ. വിശക്കുമ്പോ ഭക്ഷണം തന്നെ വേണ്ടേ, അല്ലാതെ ആഭരണം നമുക്ക് എന്ത് ചെയ്യാനാ? സുമനും സോനുവും ആഭരണം വിറ്റ് ഗോൽഗപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. സുമൻ തന്റെ അടുക്കളയിൽ തനിയെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ തുടങ്ങി. സുമനും സോനുവും ചേർന്ന് അതെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി. ഗോൽഗപ്പേ ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ഗോൽഗപ്പേ ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഗോൽഗപ്പേ. എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ചന്തയിലാണെങ്കിൽ ഗോൽഗപ്പ വിൽക്കുന്ന ആളുകളുടെ തിരക്ക് കാരണം ഒരാള് പോലും ഇവരുടെ അടുത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസമായിട്ടും ഒരു ഗോൽഗപ്പ പോലും വിറ്റുപോയില്ല. ഈ മാർക്കറ്റിൽ ഗോൾഗപ്പ വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. പിന്നെ എങ്ങനെ നമ്മുടെ ഗോൾഗപ്പ വിറ്റുപോകും? ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ കച്ചവടം നിർത്തേണ്ടതായിട്ട് തന്നെ വരും. ഞാൻ എത്ര ആഗ്രഹിച്ച ഇതുണ്ടാക്കിയത്, ഒരാള് പോലും കഴിക്കാൻ വരുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുക. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സോനുവും സുമനും വല്ലാത്ത സങ്കടത്തിൽ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് അവരുടെ നോട്ടം മറ്റൊരു കടയുടെ ബോർഡിലേക്ക് എത്തിയത്. അതെ, ഒന്ന് നോക്കിയേ, ആ ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? എന്തെഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ കടക്കാരന്റെ ഓഫർ അവിടെ കാണാം. എങ്കിൽ നമ്മളും നമ്മുടെ കടയുടെ മുകളിൽ ഒരു ഓഫർ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കും കച്ചവടം കിട്ടിത്തുടങ്ങുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നമ്മുടെ ഗോൽഗപ്പ ഒന്ന് കഴിച്ചു നോക്കാതെ ആളുകൾക്ക് എങ്ങനെയാ ഇഷ്ടാവുന്നത്? എന്നാലല്ലേ ആൾക്കാർ വരികയും ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുമൻ സോനുവിനോട് വിശദമായി സംസാരിച്ചു. അത് കേട്ട് സോനു മറ്റു ചില സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അവൾ ഒരു വലിയ ഗോൽഗപ്പ ഉണ്ടാക്കിയിട്ട് അതിന് ബാഹുബലി ഗോൽഗപ്പ എന്ന് പേരുമിട്ടു. എന്തായത്? നീ ശരിക്കും ഒരു ബാഹുബലി ഗോൽഗപ്പ ഉണ്ടാക്കിയല്ലോ. ഇനി എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി നമ്മുടെ കടയിലേക്ക് ഉറപ്പായിട്ടും വരും. ഈ ബാഹുബലി ഗോൽഗപ്പയിൽ ഞാനൊരു 100 രൂപ കൂടി വച്ചിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നും ഈ ബാഹുബലി ഗോൽഗപ്പ കഴിക്കുന്നവർക്ക് 100 രൂപ സമ്മാനമായി കിട്ടും. ഇവരുടെ ഈ ഓഫർ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാഹുബലി ഗോൽഗപ്പ കാണാൻ പോലും വലിയ തിരക്കുണ്ടായി.
നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. ആരാണോ ഈ ബാഹുബലി ഗോൽഗപ്പ മുഴുവനായി കഴിക്കുന്നത് അയാൾക്ക് 100 രൂപ സമ്മാനമുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ വേഗം ഈ വശത്തേക്കൊന്ന് മാറി നിൽക്കൂ. ഈ ബാഹുബലി ഗോൽഗപ്പ ആരാണോ കഴിക്കുന്നത് അയാളെ ബാഹുബലി എന്ന് വിളിക്കപ്പെടും. സോനു ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് 2 പേർ മത്സരിക്കാനായി എത്തി. എന്നാൽ അവർക്ക് അത് കഴിച്ചു തീർക്കാനായില്ല. അവരാണെങ്കിൽ ആ മത്സരത്തിൽ തോറ്റുപോയി. ഇത് കണ്ട് ബാഹുബലി ഗോൽഗപ്പ കഴിക്കാനായി ആളുകളുടെ തിരക്കായി. അവിടെ ഒരു വലിയ ക്യൂ തന്നെ വന്നു. എന്റെ ചേട്ടാ, ഇവിടത്തെ ഗോൾഗപ്പയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലോ. ഈ മത്സരം എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ബാഹുബലി ഗോൽഗപ്പയുടെ സ്വാദ് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. എന്റെ ചേട്ടാ, ഈ സിമ്പിൾ ഗോൾഗപ്പ കഴിച്ച് കഴിച്ച് ഞങ്ങൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ നിങ്ങളുടെ ഈ ബാഹുബലി ഗോൽഗപ്പ വരുന്നത്. ഇത് കാണുന്നതേ മനുഷ്യന്റെ വായിൽ വെള്ളം ഊറി തുടങ്ങും. എന്റെ ചേട്ടാ, ഒന്ന് കഴിച്ചു നോക്കുന്നേ. ഈ ചന്തയിൽ ബാഹുബലി ഗോൾഗപ്പ വേറെ ഇല്ല. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർച്ചയായും രണ്ടാമതും വാങ്ങി കഴിക്കും. എന്താ ചേട്ടാ പറയുന്നേ? ഈ ബാഹുബലി ഗോൾഗപ്പ അത്ര നല്ലതാണോ? ഞാൻ പറയുന്നത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കഴിച്ചു നോക്കുന്നേ. ജയിച്ചു കഴിഞ്ഞാൽ 100 രൂപയാ സമ്മാനം കിട്ടുന്നേ. അവിടെയുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ ബാഹുബലി ഗോൽഗപ്പയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചന്തയിലുള്ള എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഈ ഷോപ്പ് ബാഹുബലി ഗോൽഗപ്പ ഷോപ്പ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ഈ ചന്തയിൽ ഒരു നദ്ദി ഫൈൽമാൻ എന്നു പേരുള്ള ആളുണ്ടായിരുന്നു. അയാൾ എല്ലാ ഗോൽഗപ്പ ഷോപ്പിൽ പോയിട്ട് ഫ്രീ ആയി കഴിക്കുമായിരുന്നു. അയാൾ സോനുവിന്റെ കടയിൽ നിന്നും അങ്ങനെ കഴിക്കാനായി വന്നു. ഓഹോ, ചന്തയിൽ പുതിയൊരു കട തുടങ്ങിയിരിക്കുന്നു അല്ലേ? വേഗം തന്നെ ഒരു 5 പ്ലേറ്റ് ഗോൽഗപ്പ എനിക്കുണ്ടാക്കി തന്നേ. ഗോൽഗപ്പ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. കഴിച്ചു കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾ അഭിപ്രായം പറയണം. മാത്രമല്ല 5 ഗോൽഗപ്പ മുഴുവൻ കഴിക്കുകയാണെങ്കിൽ 1 വർഷം മുഴുവൻ ഫ്രീ ആയി നിങ്ങൾക്ക് ഞാൻ ഗോൽഗപ്പ തരും. അല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കാര്യം ചെയ്. ഈ മത്സരത്തിൽ ഒരു കാര്യം കൂടി നീ കൂട്ടിച്ചേർത്തോ. ഒരു ഗോൽഗപ്പയല്ല, 5 ബാഹുബലി ഗോൽഗപ്പകൾ ഞാൻ നിനക്ക് തിന്ന് കാണിച്ചു തരാം. 5 എണ്ണം. നിങ്ങൾക്ക് ഈ ഗോൽഗപ്പ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഗോൽഗപ്പ കഴിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കണം. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നദ്ദു ഫൈൽവാന്റെ അടുത്ത് 5 ബാഹുബലി ഗോൽഗപ്പകൾ കൊണ്ടുപോയി വെച്ചു. അയാൾ അത് കഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ അയാൾക്കത് മുഴുവനാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവരോട് പറഞ്ഞതുപോലെ ഫ്രീ ആയി ഗോൽഗപ്പ കഴിക്കുന്ന ശീലം അയാൾ അങ്ങ് നിർത്തി. ആ ചന്തയിലെ എല്ലാ ഗോൽഗപ്പ കടക്കാരും അവരുടെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്തതിന് സോനുവിനോട് വളരെയധികം നന്ദി പറഞ്ഞു. മനോഹർ ഒരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവികർ പല വർഷങ്ങളായി ഈ ആയുർവേദ വൈദ്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിയിൽ സന്തോഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ മുക്ത, അവർ മാത്രം സന്തോഷത്തോടെ ഇരുന്നില്ല. ഈ പണിയിൽ എന്താ കിട്ടുന്നത്? യാതൊരു വരുമാനവും കിട്ടുന്നില്ല. അയ്യോ, ഈ തൊഴിൽ ഞങ്ങൾ പാരമ്പര്യമായി ചെയ്തു വരികയാ. രാജാക്കന്മാരൊക്കെ അവരുടെ അസുഖം ഭേദമാക്കാൻ ഞങ്ങളുടെ അടുത്താണ് വന്നുകൊണ്ടിരുന്നത്. വന്നിട്ട് സ്വർണമാലയൊക്കെ തന്നിട്ട് പോകുമായിരുന്നു. ഇപ്പൊ ആരും നിങ്ങൾക്ക് 1 രൂപ പോലും തരുന്നില്ലല്ലോ. ഇതിൽ സ്വർണ്ണ കഷ്ണമൊക്കെ വലിയ കാര്യമാ. പക്ഷെ ഇപ്പോൾ എന്തു ചെയ്യാനാ? കാലം മാറിയില്ലേ? എല്ലാവരും ആയുർവേദം കളഞ്ഞിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നിലേക്ക് മാറിയേക്കുവാ. ഇവർക്കൊന്നും ഇവരുടെ ശരീരത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലേ. ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ മയൂർ വീട്ടിൽ വന്നു. എന്ത് വേണമെങ്കിലും ആവട്ടെ, ഞാൻ പറയുന്നു, ഈ പണി നിങ്ങൾ വിട്ടേ തീരണം. നിങ്ങൾ വേറെന്തെങ്കിലും പുതിയ ജോലി അന്വേഷിച്ചേ പറ്റൂ. അതിൽ നിങ്ങൾക്ക് നല്ല വരുമാനവും കിട്ടി വീട് നന്നായിരിക്കണം. ഞാൻ ജോലി കളയാം. എന്നാൽ അങ്ങനെ ചെയ്തിട്ട് എന്താ പ്രയോജനം? അച്ഛാ, നമുക്ക് ഒരു പാനിപ്പൂരി കടയിടാം. അതെയോ? അത് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്നാൽ അത് ശരീരത്തിനത്ര നല്ലതല്ല മോനെ. ഒരു കാര്യം ചെയ്യാം. എന്തുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള പാനിപ്പൂരി ഉണ്ടാക്കിക്കൂടാ? അച്ഛാ, പാനിപ്പൂരി എങ്ങനെയാ അച്ഛാ ശരീരത്തിന് നല്ലതാകുന്നത്? എടാ നീ എന്തിനാ ചിരിക്കുന്നത്? മാറ്റിയെടുക്കാം, ഉറപ്പായും മാറ്റിയെടുക്കാം. നമുക്ക് പലതരത്തിലുള്ള പാനിപ്പൂരി ഉണ്ടാക്കാം. നാരങ്ങാ നീര് കൊണ്ടുള്ള പാനിപ്പൂരി, തുളസി നീര് കൊണ്ടുള്ള പാനിപ്പൂരി, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കാം. ആദ്യം ഈ ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ പറയുന്നത് നിർത്ത്.
പാനിപൂരിയെ ജനങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നോ അങ്ങനെ കൊടുക്കണം. അയ്യോ അയ്യോ മുക്തേ, ഒരു വട്ടം ട്രൈ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ആ ഒരുപക്ഷെ ഈ ആരോഗ്യമായ പാനിപ്പൂരി ജനങ്ങൾക്ക് ഇഷ്ടമായാലോ? ശരി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്തോളൂ. പക്ഷെ വീട്ടിൽ വരുമ്പോ പൈസ കൊണ്ടുവരും, അത് മതി. അച്ഛാ, നമുക്ക് നോർമലായിട്ടുള്ള പാനിപ്പൂരിയോടൊപ്പം അച്ഛന്റെ ആരോഗ്യമുള്ള പാനിപ്പൂരിയും വെക്കാം. അങ്ങനെ ചെയ്യാം. കസ്റ്റമറിന് ഏത് പാനിപ്പൂരിയാണോ ഇഷ്ടം അവർ അത് വാങ്ങിച്ചോട്ടെ. നീ ശരിക്കും വളരെ ബുദ്ധിശാലിയാണ് മോനെ. ഹാ ഹാ, ആ ശരി ശരി ശരി. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമുക്കൊരു പാനിപ്പൂരി കടയും കിട്ടേക്കാം. അങ്ങനെയാകട്ടെ. അച്ഛനും മകൻ രണ്ടുപേരും കടയിലേക്ക് ചെന്നു. ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. 3 പേരും ചേർന്ന് പാനിപ്പൂരി റെഡിയാക്കാൻ തുടങ്ങി. മുക്ത പൂരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മയൂർ മധുരമുള്ള പാനിയും പുളിയുള്ള പാനിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മനോഹർ വേപ്പില, തുളസിയില, പാവക്ക വെള്ളം ഉണ്ടാക്കി. ഒരുപാട് സമയം വരെ എല്ലാവരും പണി ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ചേർന്നുകൊണ്ട് അവരുടെ പാനിപൂരി വണ്ടി ഉണ്ടാക്കി. പൊതുവെ ഒരുപാട് പാനിപൂരി കടകളിൽ 2 പാനി മാത്രമേ കിട്ടൂ. പക്ഷേ ഇവരുടെ വണ്ടിയിൽ 5 വിധമായ പാനുകൾ ഉണ്ടായിരുന്നു. മധുരം, പുളിപ്പ്, കയ്പ്, തുളസി, പിന്നെ പാവക്കായ. പുതിയ പാനിപൂരി വണ്ടിയെ കണ്ടതും 2 കുട്ടികൾ അവിടേക്ക് വന്നു. ചേട്ടാ, എരിവുള്ള ഒരു പാനിപ്പൂരി തന്നേ. എനിക്ക് മീഡിയം ഒരെണ്ണം എടുത്തോ. ഞങ്ങളുടെ അടുത്ത് വേപ്പല, തുളസി, പാവയ്ക്ക പാനിപ്പൂരിയും ഉണ്ട്. വേണമെങ്കിൽ അതെടുക്കാം. അയ്യോ അതൊന്നും വേണ്ട. എനിക്കും വേണ്ട അത്. ഇത് കേട്ടതും മനോഹർ വളരെ വിഷമിച്ചു. മനോഹർ ആ 2 കുട്ടികൾക്കും ആ പാനിപൂരി കൊടുത്തു. അത് കഴിഞ്ഞവർ അവന് പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു വയസ്സായാൾ അവരുടെ പേരക്കുട്ടിയെ കൊണ്ടുവന്നു. അയ്യോ വരൂ വരൂ, നിങ്ങൾക്ക് എങ്ങനെയുള്ള പാനിപ്പൂരിയാണ് വേണ്ടത്? എനിക്ക് കുറച്ച് പുളിയും എരിവുമുള്ള പാനിപ്പൂരി താമോനെ. എന്നാൽ ഡോക്ടർ പറഞ്ഞത് പാനിപ്പൂരി എനിക്ക് അത്ര നല്ലതല്ലെന്നാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് ഡയബറ്റിസ് ഉണ്ട്. താനൊരു കാര്യം ചെയ്യേ, എന്റെ കൊച്ചുമകന് നല്ല എരിവുള്ള ഒരു പാനിപ്പൂരി ഞാൻ കൊടുക്ക്. അയ്യോ, താങ്കൾക്ക് കഴിക്കാൻ പറ്റുന്ന പാനിപ്പൂരിയും എന്റെ അടുത്തുണ്ട്. പാവയ്ക്ക പാനിപ്പൂരി. ഇത് കഴിച്ചാൽ ഡയബറ്റിസ് കൂടില്ല, കുറയും. ആ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ പാനിപ്പൂരി ദിവസവും കഴിക്കും. സത്യമാണോ? ആ ഇതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. അയ്യോ താങ്കൾ വിശ്വസിക്കൂ, ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് പേരുടെ രോഗം ഞാൻ ഭേദമാക്കിയിട്ടുണ്ട്. ഇത് പാവയ്ക്ക പാനിപ്പൂരിയാണ്. ഇത് 2 നേരം കഴിക്കൂ. അത് കഴിഞ്ഞിട്ട് ഡയബറ്റീസ് ചെക്ക് ചെയ്യൂ. ഞാൻ ഗ്യാരണ്ടി തരാം ഇതിന്. അങ്ങനെയാണോ? താൻ പറയുന്നത് കൊണ്ട് കഴിക്കാം. ആ എടുത്തോ. മനോഹർ ആ വയസ്സായാൾക്ക് ഒരു പ്ലേറ്റ് പാവക്ക പാനിപ്പൂരി കൊടുത്തു. മുത്തശ്ശന് പാനിപ്പൂരി വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വളരെ സന്തോഷിച്ചത് കഴിച്ചു. ആ ചെറിയ കുട്ടി മധുരമുള്ള പാനിപ്പൂരി കഴിച്ചു. മനോഹർ ഒരുപാട് സന്തോഷിച്ചു. എന്തെന്നാൽ അന്ന് മനോഹറിനും മയൂരിനും നല്ല സമ്പാദ്യം കിട്ടിയിരുന്നു. അത്ര പൈസ കണ്ടുടനെ മുക്ത വളരെ സന്തോഷിച്ചു. അന്ന് മുതൽ ആ വയസ്സായാളും ചെറിയ കുട്ടിയും ദിവസം പാനിപ്പൂരി കഴിക്കാൻ വന്നു. അദ്ദേഹം പാവക്ക പാനിപ്പൂരി വളരെ രുചിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. മനോഹർ വളരെ സന്തോഷിച്ചു. എന്തെന്നാൽ ആരെങ്കിലും ഒരാളെങ്കിലും ദിവസം വന്ന് പാവക്ക പാനിപ്പൂരി കഴിക്കുന്നു എന്ന്. അങ്ങനെ ഏകദേശം 15 ദിവസവും കഴിഞ്ഞു. ഇന്ന് ആ വയസ്സായാൾ ഒരുപാട് സന്തോഷത്തോടെ കടയിലേക്ക് വന്നു. എടോ മനോഹർ, എടോ താൻ പറഞ്ഞത് വളരെ ശരിയാ. ഈ പാവയ്ക്ക പാനിപ്പൂരി എന്റെ ഡയബറ്റീസിന് ഒരു മരുന്നായി മാറി. ഇന്ന് ഞാൻ ഷുഗർ ചെക്ക് ചെയ്തു. ആഹാ, അതെയോ? ഇത് നല്ല വാർത്തയാണല്ലോ. ഇതാ ഇതാ, ഇനിയും 2 പ്ലേറ്റ് കഴിക്കൂ. മനോഹർ വീണ്ടും ആ മുത്തശ്ശന് ആ പാവയ്ക്ക പാനിപ്പൂരി കൊടുത്തു. ആ മുത്തശ്ശൻ അത് കഴിച്ച് അവനെ അനുഗ്രഹിച്ചു. അടുത്ത ദിവസം ആ മുത്തശ്ശൻ ഇനിയും ഒരുപാട് വയസ്സായ ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവന്നു. എടോ മനോഹർ, ഇവർക്കും പാവയ്ക്ക പാനിപ്പൂരി കൊടുത്ത് ഡയബറ്റീസ് ശരിയാക്കുമോനെ. മനോഹർ അവരെല്ലാവർക്കും പാവയ്ക്ക പാനിപ്പൂരി എടുത്തു കൊടുത്തു. അന്നു മുതൽ അവന്റെ പാവയ്ക്ക പാനിപ്പൂരി ഒരുപാട് ഹിറ്റായി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വയസ്സായ ആളുകൾ ക്യൂവിൽ നിന്നു. അടുത്ത ദിവസം മനോഹർ വേപ്പില പിന്നെ തുളസി പാനിപ്പൂരിയും സ്റ്റാർട്ട് ചെയ്തു.